ഹോബ്സിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ അടുത്ത PSC നടത്തിയ ചില ചോദ്യങ്ങളുടെ വിശകലനങ്ങളാണ് നടത്തിക്കാൻ പോകുന്നത്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ള എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ തന്നിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. സോ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകളെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകളെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനത്തെ പറ്റിയിട്ടാണ്. ഓപ്ഷൻ ബി നൽകുന്നത് ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനത്തെ പറ്റിയാണ്. ഓപ്ഷൻ സി നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും അധികാര വിഭജനത്തെ പരാമർശിക്കുന്നു എന്നതാണ്. ഓപ്ഷൻ സി നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അധികാര വിഭജനത്തെ പരാമർശിക്കുന്നു എന്നതാണ്. ഓപ്ഷൻ സി പരാമർശിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ എന്നതാണ്. ഓപ്ഷൻ സി ഡി പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ എന്നതാണ്. അപ്പം 4 ഓപ്ഷൻ ഇവിടെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ചോദ്യം ഭരണഘടനയുടെ 7ാം പട്ടികയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭരണഘടന പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പട്ടികകൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികയായിരുന്നു. നിലവിൽ അത് 12 പട്ടികയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികയായിരുന്നു എന്ന് ചോദിച്ചാൽ 8 പട്ടികകളായിരുന്നു. നിലവിൽ ഭരണഘടനയിൽ 12 പട്ടികകളാണ്. ഭരണഘടനയുടെ ഓരോ പട്ടികകളെ വിശകലനം ചെയ്യുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എങ്കിലും നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഭരണഘടനയുടെ 7ാം പട്ടികയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക പരാമർശിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട അധികാര വിഭജനത്തെ പറ്റിയിട്ടാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാര വിഭജനത്തെ പറ്റിയാണ് ഭരണഘടനയുടെ 7ാം പട്ടിക പരാമർശിക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഭാഗം പരാമർശിക്കുന്നത്. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാര വിഭജനം അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം പരാമർശിക്കുന്നു എന്നതാണ് സത്യത്തിൽ 11ാം പട്ടിക. അതിൽ 1ാമത്തെ ഭാഗത്ത് അധികാര വിഭജനത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ചുരുക്കത്തിൽ ഈ പറയുന്ന 7ാം പട്ടികയും 11ാം ഭാഗവും പരാമർശിക്കുന്നത് ലിസ്റ്റുകളെ പറ്റിയിട്ടാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ പറയുമ്പോഴാണ്. നമ്മുടെ ഭരണഘടനാ പ്രകാരം 7ാം പട്ടികയിലെ അധികാര വിഭജനം 3 ലിസ്റ്റുകളിൽ നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് 1 യൂണിയൻ ലിസ്റ്റ്, 2 സ്റ്റേറ്റ് ലിസ്റ്റ്, 3 കൺകറന്റ് ലിസ്റ്റ് എന്നതാണ്. 3 ലിസ്റ്റുകളാണ് നമുക്കുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്തുവാൻ പൂർണ്ണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പരാമർശിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളായിരുന്നു എന്നും പിന്നീട് അത് 100 വിഷയങ്ങളായിരുന്നു എന്നുമാണ് ചരിത്രം പറയുന്നത്. എന്നാൽ നിലവിൽ GST എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നതിന് ശേഷം 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ എന്നാണ് പരാമർശിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റൽ സർവീസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഡിഫൻസ്, പ്രതിരോധം, ഇങ്ങനെ പോകുന്ന വിഷയങ്ങളെല്ലാം യൂണിയൻ ലിസ്റ്റിൽ പരാമർശിക്കുന്നതാണ്. രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റാണ്. എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്തുവാൻ പൂർണ്ണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അത് 61 വിഷയങ്ങളായി കുറഞ്ഞു എന്ന് പറയുന്നു. നിലവിൽ GSTക്ക് ശേഷം സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് പരാമർശിക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തനത് വിഷയങ്ങളായ തദ്ദേശ സ്വയംഭരണം, ക്രമസമാധാനം, മൃഗസംരക്ഷണം, ഫിഷറീസ്, അങ്ങനെ പോകുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നത്. ഈ 2 വിഭാഗങ്ങളും, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്തുവാൻ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് അഥവാ മലയാളത്തിൽ സമവർത്തിത ലിസ്റ്റ് എന്ന് പരാമർശിക്കുന്നത്. 2
കൂട്ടർക്കും, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്തുവാൻ അധികാരമുള്ള വിഷയങ്ങളെയാണ് നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പരാമർശിക്കുന്നത്. മലയാളത്തിൽ സമവർത്തിത ലിസ്റ്റ് എന്ന് പറയും. നിലവിൽ അതായത് ഇനിഷ്യലി വരുമ്പോൾ അതിനകത്ത് 47 വിഷയങ്ങളായിരുന്നു, പിന്നീട് അത് 52 വിഷയങ്ങളായി എന്ന് പറയുന്നു. അതായത് ഈ രണ്ട് മാറ്റവും സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 എന്നത് 61 ആയതും കൺകറൻറ്റ് ലിസ്റ്റിൽ 47 എന്നുള്ളത് 52 ആയതും 1976 42ാം ഭേദഗതിയിലായിരുന്നു. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണത്. ആ ഭേദഗതിയിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. ഇനി കൺകറൻറ്റ് ലിസ്റ്റിന് ഉദാഹരണം നോക്കുമ്പോൾ വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്കങ്ങൾ, നീതിന്യായം ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. വിവാഹമോചനം തുടങ്ങിയവയെല്ലാം അതിൻ്റെ ഭാഗത്തിൽ ഉൾക്കൊള്ളുന്നതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഇതാണ് അതൊരു ഉദാഹരണം. ഇനി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാരണം, ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആർട്ടിക്കിൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246 ലിസ്റ്റുകൾ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 246 പഠിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഓർമ്മയിൽ വേണ്ടതാണ് ആർട്ടിക്കിൾ 248. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 പരാമർശിക്കുന്നത് ഈ പറയുന്ന 3 ലിസ്റ്റിലും പരാമർശിക്കാത്ത വിഷയങ്ങളെപ്പറ്റി നിയമനിർമ്മാണം നടത്തുവാൻ ഉള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെ പറ്റിയിട്ടാണ്. അതിന് അവശിഷ്ട അധികാരം അഥവാ റെസ്യൂഡിയറി പവർ എന്നാണ് പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ട നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പറ്റിയിട്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ്. ചോദ്യം ശ്രദ്ധിക്കണം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. നിങ്ങളെപ്പോഴും പ്രസ്താവന ചോദ്യം വരുമ്പോൾ ആ ചോദ്യം വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു ഘടകം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് അതാണ്, ചോദ്യം മനസ്സിലാക്കുക എന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് പ്രസ്താവനയാണ് എന്നതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിലേക്ക് പോവാം. ഒന്നാമത്തെ ഓപ്ഷൻ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം എന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം എന്നതാണ്. നാലാമത്തെ ഓപ്ഷനായി പറയുന്നത് ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ പ്രസ്താവനകൾ ഓരോന്നും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്തിടെ നടന്ന പരീക്ഷകൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മൗലികാവകാശങ്ങളിൽ കിടക്കുന്ന ഓരോ വകുപ്പുകളുടെയും ആർട്ടിക്കിളുകളുടെയും സബ്സെക്ഷനുകൾക്ക് വളരെയധികം പ്രാധാന്യത്തോടുകൂടി PSC ചോദ്യം ചോദിക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ പരീക്ഷകൾക്ക് ആ ആർട്ടിക്കിൾ എന്താണെന്നുള്ള വസ്തുത മാത്രമേ PSC എടുക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അടുത്ത് വരുന്ന പരീക്ഷകൾക്കൊക്കെ PSCയുടെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ തന്നിരിക്കുന്ന ആർട്ടിക്കിളിലെ പ്രധാന എലമെൻ്റ് അല്ല, അതിൻ്റെ സബ്സെക്ഷൻസ് ആയിട്ട് കിടക്കുന്ന എലമെൻസിനെ എടുത്ത് അവർ മെയിനായിട്ട് തന്നിട്ടാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സെക്ഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ആർട്ടിക്കിളിലെ പ്രധാനമായിട്ടുള്ള എലമെൻറ്റിന് മാത്രമല്ല പ്രാധാന്യമുള്ളത്. നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നതാണ്. സോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മുടെ മൗലിക അവകാശമാണ്. പറയുന്നത് ആർട്ടിക്കിൾ 21A അത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പരാമർശിക്കുന്നത് ശരിക്കും ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് വ്യക്തമാണ് 21A പറഞ്ഞിരിക്കുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നത് ഇന്ത്യ എന്ന രാജ്യം അല്ലെങ്കിൽ ഗവൺമെൻറ് ഉറപ്പ് നൽകണം എന്നതാണ്. 2002 86ാം ഭേദഗതിയിൽ 21A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർത്തത് വിദ്യാഭ്യാസം എന്നത് മൗലിക അവകാശമാക്കിക്കൊണ്ടാണ്. സോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശത്തിന് കീഴിൽ വരുന്നതല്ല. അപ്പോൾ ഉത്തരം അതുതന്നെയാണ്. ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഈ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നത് തന്നെയാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, താഴെ തന്നിരിക്കുന്ന 2 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഓപ്ഷൻ ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം എന്നാണ് നൽകിയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം, ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 2 മൗലികാവകാശങ്ങളാണ്, ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30.
ഇന്ത്യൻ ഭരണഘടനയുടെ 29-ാം വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നാണ്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ ന്യൂനപക്ഷങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള ന്യൂനപക്ഷമായാലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 29-ാം വകുപ്പ്. 29-ാം വകുപ്പിന് 2 സബ്സെക്ഷൻ ഉണ്ട്. അതിൽ ഒരു സബ്സെക്ഷനാണ് തന്നിരിക്കുന്നത്. 29-ൽ 1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്തോ പ്രദേശത്തോ ഉള്ളതുമായ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ മതം, ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം എന്നാണ് 29-ൽ 1 പറഞ്ഞിരിക്കുന്നത്. 29-ൽ 2 എന്ന് പറയുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്. 29-ൽ 2 പറയുന്നത് മതം, ഭാഷ, ലിപി, സംസ്കാരം ഇവയുടെ ഒന്നിൻ്റെയും പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 ആർട്ടിക്കിളും 29-ാം വകുപ്പിൻ്റെ സബ്സെക്ഷനുകളാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഈ 2 ആർട്ടിക്കിൾ മനസ്സിലാക്കിയിരിക്കുക ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായി. ദെൻ മൂന്നാമത് ഇതിൽ സി എന്ന് പറയുന്നത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള അവകാശം എന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവകാശം അവർക്കുണ്ട്. ആർട്ടിക്കിൾ 30 ഇന്ത്യൻ ഭരണഘടനയുടെ 30-ാം വകുപ്പിലാണ് അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അവകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവകാശം 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മാത്രമല്ല അവകാശം പറഞ്ഞിരിക്കുന്നത്, അത് കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അവകാശമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 30-ാം വകുപ്പാണ്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാന ഭാഗത്തിൽ നിന്നുമാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഒരു പർട്ടിക്കുലറായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എന്ന് പറയുന്ന മൗലികാവകാശത്തിൽ നിന്നുമാണ്. 2 വകുപ്പുകളാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക്, 29-ഉം 30-ഉം. ഞാൻ വ്യക്തമായിട്ട് പരാമർശിച്ചു 29-ാം വകുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് പരാമർശിക്കുന്നതെന്നും 29-ൽ 1 ന്യൂനപക്ഷങ്ങൾക്ക് അതായത് മതം, ഭാഷ, ലിപി, സംസ്കാരം ഈ പറയുന്ന എന്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നതാണ്. 29-ൽ 2-ാമത്തെ സബ്സെക്ഷൻ പറഞ്ഞത് ഈ പറയുന്ന ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ആർട്ടിക്കിൾ 30 പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടങ്ങുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അവകാശത്തെ പറ്റിയിട്ടാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. വളരെയധികം തവണ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് വാല്യൂ വളരെ കൂടുതലുള്ളൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആര് എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ HN കുൻസ്രു ആണ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് VP മേനോൻ എന്നതാണ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് KM പണിക്കർ എന്നതാണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ഫസൽ അലി എന്നതാണ്. ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഞാൻ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. ജസ്റ്റിസ് ഫസൽ അലി, സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ജഡ്ജായിരുന്ന ജസ്റ്റിസ് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ആ കമ്മീഷൻ്റെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്കറിയാവുന്ന വസ്തുതകൾ തന്നെയാണ്. ഹൃദയനാഥ് കുൻസ്രു, HN കുൻസ്രു എന്ന് പറയുന്ന ഒരു കാശ്മീരി ബ്രാഹ്മണനും കാവാലം മാധവ പണിക്കർ, KM പണിക്കർ എന്ന് പറയുന്ന ഒരു മലയാളിയുമായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 സെൻട്രൽ ഗവൺമെൻറ് നിയമിക്കുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. ഓർമ്മയിൽ വെച്ചേക്കണം. സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ജഡ്ജാണ്. അതിൽ 2 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഹൃദയനാഥ് കുൻസ്രു എന്ന് പറയുന്ന ഒരു കാശ്മീരി ബ്രാഹ്മണനും മലയാളിയായ സർദാർ KM പണിക്കരുമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന അംഗങ്ങൾ. അപ്പോൾ നമ്മൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പഠിക്കുന്നതിന് മുൻപേ നമ്മൾക്ക് അറിയേണ്ട ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകളെ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലേക്ക് എത്താനും ആ കമ്മീഷനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും. അതിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി വരുന്ന കമ്മീഷൻ ഏതായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് സംസ്ഥാനങ്ങൾ
ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലെത്തണം. 1948 നമ്മളുടെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണ ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച സംഭവിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഷ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എന്നാണ് കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത്. ആ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നത് SK ദർ ആയിരുന്നു. ദർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്മീഷനാണ് ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. SK ദർ ആയിരുന്നു കമ്മീഷൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ കൂടാതെ ജഗത് പന്നാലാലും മണിലാൽ എന്ന് പറയുന്ന 2 പേര് ആ കമ്മീഷനിൽ അംഗങ്ങളായിരുന്നു. 1949 ഈ പറയുന്ന ഭാഷാ പ്രവിശ്യ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ റിപ്പോർട്ട് വയ്ക്കുകയും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാൻ കഴിയില്ല എന്നും പകരം വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാമെന്നൊരു ശുപാർശ അദ്ദേഹം നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രം. അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയുടെ 7ാം ഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മയിൽ വെച്ചേക്കണം. പലർക്കും ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഭാഗത്തെ പറ്റി ഒരു ധാരണയും ഇന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ 7ാം ഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം. ഭരണഘടനയുടെ 7ാം ഭാഗം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ പരാമർശിച്ചിരുന്നതാണ്. ABCD എന്ന 4 ക്ലാസിഫിക്കേഷനിൽ 4 പട്ടികയിൽ സ്റ്റേറ്റ്സിനെ രൂപീകരിച്ചിരുന്നു ഭരണഘടനയുടെ 7ാം ഭാഗത്ത്. A പട്ടികയിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ സംസ്ഥാനങ്ങളായിരുന്നു. B പട്ടികയിൽ അതിലും ചെറിയ സംസ്ഥാനങ്ങളായിരുന്നു. C പട്ടിക ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുമാണ് പരാമർശം. D എന്ന് പറയുന്ന പട്ടികയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു പരാമർശിച്ചിരുന്നതെന്നും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഒരൊറ്റ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആയിരുന്നു ആ കേന്ദ്രഭരണ പ്രദേശം എന്നതും നിങ്ങൾ വ്യക്തമായ ധാരണയിൽ വെച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഭരണഘടനയുടെ 7ാം ഭാഗം സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ABCD ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്നിരുന്നതായിരുന്നു. എന്നാൽ നിങ്ങൾ ഓർമ്മയിൽ വെച്ചോളുക, 1953 ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് എസ്പെഷ്യലി തെലുഗു ഭാഷയെ അടിസ്ഥാനമാക്കി ഒരു സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും ആ പ്രക്ഷോഭത്തെ തുടർന്ന് അമരജീവി എന്നറിയപ്പെട്ട ശ്രീ പോറ്റി ശ്രീരാമുലു ഏകദേശം 56 ദിവസത്തോളം നിരാഹാര സമരത്തിനൊടുവിൽ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. 1953 ഒക്ടോബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി വന്ന സംസ്ഥാനമാണ് ആന്ധ്ര. നിങ്ങളുടെ വ്യക്തമായ ധാരണയിൽ വേണം, ആന്ധ്ര എന്ന് മാത്രമേ ഉള്ളൂ. 53 ഒക്ടോബർ 1 വരുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ആന്ധ്രാപ്രദേശ് എന്നില്ല. സോ അതിനെ തുടർന്നാണ് 1953 അന്ന് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം ഇന്ത്യയിൽ ഒട്ടുക്കെ വ്യാപിക്കുകയും അതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. സോ ഓൾറെഡി സംസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അന്ന് രൂപീകരിച്ച ആ കമ്മീഷൻ, ആ പേര് തന്നെ വന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ആ കമ്മീഷൻ രൂപീകരിച്ചത് ജസ്റ്റിസ് ഫസൽ അലിയെ അധ്യക്ഷനാക്കിക്കൊണ്ടും സർദാർ KM പണിക്കരെയും ഹൃദയനാഥ് കുൻസ്രുവിനെയും അംഗങ്ങളാക്കിക്കൊണ്ടായിരുന്നു. ആ കമ്മീഷൻ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഭാഗത്തെ പറ്റി വ്യക്തമായി പഠിക്കുകയും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുകയും 1955 ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പലകുറി PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായ ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷത്തിലെന്ന്. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് 1955 1955 ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി 1956 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന പുനഃസംഘടന നിയമം പാസാക്കുകയും ആ നിയമത്തെ അടിസ്ഥാനമാക്കി 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു എന്നുമാണ് ചരിത്രം. 1956 തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഭേദഗതിയിൽ ഭരണഘടനയുടെ 7ാം ഭാഗം, അതായത് സംസ്ഥാനങ്ങളിൽ പരാമർശിച്ചിരുന്ന ABCD കാറ്റഗറിയിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ പരാമർശിച്ചിരുന്ന 7ാം ഭാഗം റദ്ദ് ചെയ്തു കളഞ്ഞു എന്നും
ചരിത്രം പരാമർശിക്കുന്നു. സോ വളരെ വിശദമായ ഒരു ചരിത്രം കിടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഒരുപാട് തവണ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനെ അടിസ്ഥാനമാക്കി PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം വളരെ നിസ്സാരമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരം ജസ്റ്റിസ് ഫസൽ അലി എന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന വസ്തുതകളാണ്. വ്യക്തമായിട്ട് അറിയാവുന്നതിനെ മനസ്സിലാക്കി തന്നെ ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു എന്നതാണ്. ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നിങ്ങൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഖ്യാതിയുള്ള രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അദ്ദേഹം 3rd നാഷണൽ എമർജൻസി ഇന്ത്യയിൽ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പദം അലങ്കരിച്ചത് ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് VV ഗിരി എന്നതാണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നതാണ്. ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജെട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, നിങ്ങൾക്ക് വ്യക്തികളുടെ പേര് തരുമ്പോൾ അവരുടെ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് തരും. ഇവിടെ തന്നിരിക്കുന്ന ബാസപ്പ ദാനപ്പ ജെട്ടി എന്ന് പറയുന്നത് വളരെ സിമ്പിളി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പേരാണ്. BD ജെട്ടി എന്നൊരു പേര് നിങ്ങൾക്ക് വളരെ റെലവൻ്റ് ആയിട്ട് അറിയാവുന്നതാണ്. ആ പേര് തന്നെയാണ് ബാസപ്പ ദാനപ്പ ജെട്ടി എന്ന് പറയുന്നത്. അതുകൂടാതെ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ അപ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക, ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാസപ്പ ദാനപ്പ ജെട്ടി. അദ്ദേഹത്തെ പഠിക്കുമ്പോൾ ഓർമ്മയിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നൊരു വ്യക്തിയാണ്. അതുകൂടാതെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അലങ്കരിച്ച ഒരു വ്യക്തി കൂടിയാണ് PD ജെട്ടി എന്ന് പറയുന്ന അദ്ദേഹം. ഇനി അതിലുപരി 1977 മാർച്ച് 23 ഇന്ത്യയുടെ 2ഉം 3ഉം ദേശീയ അടിയന്തരാവസ്ഥകൾ ഒരുമിച്ച് പിൻവലിച്ചത് ആര് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതും ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ 2ഉം 3ഉം ദേശീയ അടിയന്തരാവസ്ഥകൾ 1977 മാർച്ച് 21 പിൻവലിക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് പിൻവലിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം BD ജെട്ടി എന്നതാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആളുകളുടെ പേരുകൾ രാഷ്ട്രപതിമാരുടേതോ പ്രധാനമന്ത്രിമാരുടേതോ ആരുടേതുമായിക്കൊള്ളട്ടെ, അവരുടെ പേരുകൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പേരിൻ്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കി വെച്ചുകൊടുക്കുക. ആ എക്സ്പാൻഷൻ വെച്ചിട്ട് തന്നെ അവർ ചോദ്യം തരുന്നതാണ്. ആ ചോദ്യം തരുമ്പോൾ നമ്മൾക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ അതിനകത്തേക്ക് പോകരുത്. നിങ്ങൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ ആ പ്രധാനമായും പരാമർശിക്കുന്ന ഒരു വസ്തുതയല്ലാതെ ഉപവകുപ്പുകൾക്ക് പ്രാധാന്യം നൽകി ചോദ്യം ചോദിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് വ്യക്തമായൊരു ഉദാഹരണം നൽകിക്കൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ് അടുത്തത്. ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥത വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ പറയുന്നത് അനുച്ഛേദം ആർട്ടിക്കിൾ 51 സബ്സെക്ഷൻ 1 എന്നതാണ്. ഓപ്ഷൻ ബി അനുച്ഛേദം 51 സബ്സെക്ഷൻ 2 എന്നതാണ്. ഓപ്ഷൻ സി അനുച്ഛേദം 51 സബ്സെക്ഷൻ 3 എന്നതാണ്. ഓപ്ഷൻ ഡി അനുച്ഛേദം 51 4 എന്നതാണ്. സോ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 51ാം വകുപ്പ്, അതായത് നിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വകുപ്പ് വരെയുള്ള വകുപ്പുകളിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന 4ാം ഭാഗം തുടങ്ങുന്നത് ആർട്ടിക്കിൾ 36 അവസാനിക്കുന്നത് ആർട്ടിക്കിൾ 51 ഇന്ത്യൻ ഭരണഘടനയുടെ 51ാം വകുപ്പിൽ പരാമർശിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 51ാം വകുപ്പ്. നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വസ്തുത തന്നെയായിരിക്കും അത്, അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അതിന് കീഴിൽ 2-3 വസ്തുതകളായിട്ട് പറയുന്ന പരാമർശമുണ്ട്. അതിൽ 1ാമത്തെ സബ്സെക്ഷൻ പറയുന്നത് ഇത് തന്നെയാണ്, അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് 1ാമത്തെ സബ്സെക്ഷൻ പരാമർശിക്കുന്നത്. ദെൻ 2ാമത്തെ സബ്സെക്ഷൻ പറയുന്നത് രാജ്യങ്ങൾക്കിടയിൽ നീതിയുക്തവും മാന്യവുമായ ബന്ധം നിലനിർത്തുക എന്നതാണ്. രാജ്യങ്ങൾക്കിടയിൽ നീതിയുക്തവും മാന്യവുമായ ബന്ധം നിലനിർത്തുക എന്നതാണ് 2ാമത്തെ സബ്സെക്ഷൻ. അതിൽ 3ാമത്തെ സബ്സെക്ഷൻ പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടും ആദരവ് പുലർത്തുക എന്നതാണ്. അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടും ആദരവ് പുലർത്തുക എന്നതാണ് സബ്സെക്ഷൻ 3 പരാമർശിക്കുന്നത്. 4ാമത്തെ സബ്സെക്ഷനാണ് ഇവിടുത്തെ ചോദ്യം. അതായത് ആർട്ടിക്കിൾ 51 4 എന്ന് പറയുന്ന സബ്സെക്ഷൻ പറയുന്നത് അന്താരാഷ്ട്ര തർക്കങ്ങൾ
തർക്കങ്ങൾ മധ്യസ്ഥത വഴി തീർപ്പാക്കുന്നതിന് പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. സോ ഇന്ത്യൻ ഭരണഘടനയിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിക്കിൾ മാത്രമായിരിക്കില്ല, അതിന് കീഴിൽ പരാമർശം നൽകുന്ന വസ്തുതകളെ കൂടി വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഒരുപക്ഷെ ചോദ്യം വന്നപ്പോൾ ഒരു എക്സാമിന് എഴുതാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാകില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നാണ് പരാമർശിക്കുന്നതെങ്കിലും അതിന് കീഴിൽ പറയുന്ന ഈ 4 സബ്സെക്ഷൻസ് പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള സബ്സെക്ഷനുകളാണ്. അതുപോലെ തന്നെയാണ് 39-ാം വകുപ്പും. ആർട്ടിക്കിൾ 39 പറയുന്നത് ഒരു രാജ്യം പിന്തുടരേണ്ടതാകുന്ന തത്വങ്ങളെ പറ്റിയിട്ടാണ്. അതിന് കീഴിലും 1-2 സബ്സെക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ആർട്ടിക്കിൾ 39A പറയുന്നത് ഇന്ത്യയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവനാംശം നൽകണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾ 39D പറയുന്നത് ഇന്ത്യയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഒരുമാതിരി മൗലികാവകാശങ്ങളിലും നിർദ്ദേശക തത്വങ്ങളിൽ കിടക്കുന്ന വകുപ്പുകളിൽ പ്രധാനമായിട്ട് സബ്സെക്ഷൻസ് പരാമർശിക്കുന്ന വകുപ്പുകളെല്ലാം, എസ്പെഷ്യലി നിങ്ങൾ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി, മൗലികാവകാശമായ മതപരമായിട്ടുള്ള അവകാശങ്ങളെ പറ്റി പഠിക്കുമ്പോൾ 25-ാം വകുപ്പിനും 26-ാം വകുപ്പിനും 27-ാം വകുപ്പിനും 28-ാം വകുപ്പിനും ഒക്കെ സബ്സെക്ഷൻസ് പരാമർശിക്കുന്നുണ്ട്. ആ വകുപ്പുകളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഈ പറയുന്ന വകുപ്പുകൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. മൗലികാവകാശങ്ങളിലെയും നിർദ്ദേശക തത്വങ്ങളിലെയും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സബ്സെക്ഷൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക. സബ്സെക്ഷൻ ചോദ്യം അനലൈസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് പോവുക. ഈ പറയുന്ന മാതിരി ചോദ്യങ്ങൾ ചോദിക്കാം, നേരെ തിരിച്ചും ചോദിക്കാം. ആർട്ടിക്കിൾ 51 സബ്സെക്ഷൻ 4-ൽ പരാമർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കാം. അവർ ഈ 4 പ്രസ്താവനകളും താഴെ എഴുതും. നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. ഈ പറയുന്ന അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ ഒത്തുതീർപ്പാക്കുന്നതിന് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 51-ൽ സബ്സെക്ഷൻ 4 എന്നത്. സോ അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ അടുത്തിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ചോദ്യങ്ങൾ വായിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. ചോദ്യങ്ങളെ വിലയിരുത്തുകയും വേണം. നിങ്ങൾ പഠിച്ചിരിക്കുന്ന വസ്തുക്കളെ ഓർമ്മയിലെടുത്തിട്ട് ചോദ്യങ്ങളെ വിലയിരുത്തിയിട്ടായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രാധാന്യം നൽകേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ചോദ്യം മനസ്സിലാക്കി എടുക്കുന്നതിനാണ്. സോ നിങ്ങളെല്ലാവരും ചോദ്യം മനസ്സിലാക്കി കാര്യങ്ങളുടെ ഉത്തരത്തിലേക്ക് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക അഭിപ്രായം.